അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാമ്പത്തികപരമായി വളരെയധികം ബുദ്ധിമുട്ടുന്നവരാണ് നമ്മളിൽ പലരും. അതിൻ്റെ സമ്മർദ്ദത്തിൽ കടം വാങ്ങുന്നവരുമാണ്. എന്നാൽ പലപ്പോഴും വാങ്ങിയ കടം തിരിച്ചു നൽകുന്നതിൽ നാം അശ്രദ്ധരാണ്. ശേഷിയുണ്ടായിട്ടും കടം തിരിച്ചു നൽകാതിരിക്കൽ അദ്ദേഹത്തോട് ചെയ്യുന്ന അക്രമമാണ്. നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ കടം എന്നുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ്. എത്രത്തോളം എന്നാൽ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് പോലും കടത്തിൻ്റെ ഗൗരവത്തെ വിളിച്ചോതുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായി, വീണ്ടും അള്ളാഹു ഭൂമിയിൽ അദ്ദേഹത്തിന് ഒരു അവസരം നൽകി, വീണ്ടും ഷഹീദായി, വീണ്ടും അവസരം നൽകി, വീണ്ടും ഷഹീദായി. എന്നാൽ അദ്ദേഹത്തിന് കടമുണ്ടെങ്കിൽ അത് വീടുന്നതുവരെ അദ്ദേഹത്തിൻ്റെ സ്വർഗപ്രവേശനം അള്ളാഹു തടഞ്ഞു വെക്കും. കടം തിരിച്ചു നൽകാൻ നിയ്യത്തും ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു സഹായം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കടത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു പ്രാർത്ഥന പഠിപ്പിച്ചത് വളരെ ശ്രദ്ധേയമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം. അല്ലാഹുവേ, പാപത്തിൽ നിന്നും കടത്തിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഈ പ്രാർത്ഥന പഠിക്കുവാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നാഥൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.